ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. വരുണും മുത്തശ്ശിയും കൂടി ഇരുന്ന് രാധികയെക്കുറിച്ച് സംസാരിക്കുവാണ്. ഇനിയിപ്പോൾ രാധിക കൂടി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ 3 പേരുടെ അടിച്ച് പൊളിച്ചങ്ങ് പോവും എന്നൊക്കെ വരുൺ പറയുവാണ് മുത്തശ്ശിയോട്. അപ്പോൾ ജയഭാരതി അമ്മ പറയുക, രാധിക വന്നു കഴിഞ്ഞാൽ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് മോനെ. അതെന്തുവാ മുത്തശ്ശി എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നോ, എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞ് വേണം, കണിമംഗലത്തെ അനന്തരാവകാശിയായിട്ടൊരു കുഞ്ഞ്. ഓ, അത്രയേ ഉള്ളൂ മുത്തശ്ശി, അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ദൈവം വിധിച്ചതാണെങ്കിൽ അതൊക്കെ അങ്ങ് നടക്കുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ജയഭാരതി അമ്മയോട് ചോദിക്കുക, മുത്തശ്ശി നമുക്ക് രാധിക ഇപ്പോഴൊന്ന് വിളിച്ചാലോ? ഏയ്, അവളിപ്പോൾ ഉറങ്ങിക്കാണും മോനെ. എന്നാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം മുത്തശ്ശി. വേണ്ടാടാ, നാളെ നേരം വെളുത്താലേ അവൾ നിനക്ക് സ്വന്തമാടാ. അപ്പോൾ അത്രയും നേരം ക്ഷമിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? ഇപ്പോൾ അവൾ ഉറങ്ങാതെ കിടന്ന് സ്വപ്നം കാണുവാണെങ്കിലോ? അങ്ങനെ കാണട്ടെ, അതും ഇന്നുകൊണ്ട് അവസാനിക്കുമല്ലേ എന്നൊക്കെ ജയഭാരതി അമ്മ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്. ഈ സമയം രാധികയും ഉറങ്ങാതെ കിടക്കുവാണ്. രാധിക അങ്ങനെ വളരെ സന്തോഷത്തോടെ വരുണിനെ ആദ്യമായിട്ട് കണ്ട നിമിഷവും അതൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുവാണ്. ആദ്യമായി അന്ന് വരുണും രാധികയും കണ്ടുമുട്ടിയത് ആ ആറിന്റെ തീരത്ത് വെച്ചായിരുന്നു. രാധികയുടെ ഫോട്ടോ ക്യാമറയിൽ പകർത്തുമ്പോഴാണ് രാധിക വരുണിനെ കാണുന്നത്. അന്ന് തന്നെ രാധികയ്ക്ക് വരുണിനെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ പലതവണ രാധിക അങ്ങനെ വരുണിനെ കണ്ടിട്ടുണ്ട്. ഒടുവിൽ വരുൺ രാധികയെ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും ആരും അറിയാതെയാണ് വരുൺ സ്വന്തമാക്കിയത്. പക്ഷെ ഇപ്പോഴോ എല്ലാവരും അറിഞ്ഞുകൊണ്ട് വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. അങ്ങനെ രാധിക ഒരു നാണത്തോടെ ആദ്യ രാത്രിയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ആദ്യമായി മണിയറയിലേക്ക് കടന്നു വരുമ്പോൾ രാധിക വരുണിന്റെ കാൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് രാധിക വരുണിനോട് പറയാ, ഇനി മുതൽ എൻ്റെ ജീവിതം ഈ കാൽക്കലായിരിക്കും. രാധിക അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് വരുൺ പറയുക, അങ്ങനെ ഒരിക്കലും വേണ്ട, എനിക്കിഷ്ടമാണെന്ന് പലതവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ പറയാന് എന്നിങ്ങനെ വരുൺ ചോദിക്കുവാണ്. എന്നാലും പറ, കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് ചോദിക്കുക എന്നിങ്ങനെയൊക്കെ വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക പറയുക, എൻ്റെ പ്രാണനാണ്, എനിക്ക് എന്നേക്കാളും ഇഷ്ടമാണ്, ഈ ലോകത്തെ എന്തിനേക്കാളും ഏറെ ഇഷ്ടമാണ് എനിക്ക് വരുൺ. അപ്പോൾ വരുൺ രാധികയെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു കിടന്ന് ചിരിക്കുവാണ്. പിന്നീട് വരുണിനെ ആദ്യമായിട്ട് ചുംബിച്ചതും എല്ലാം ഓർത്തിങ്ങനെ മധുര സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുവാണ് നമ്മുടെ രാധിക. ഈ സമയം ആ നാടോടി സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. അവരാണിങ്ങനെ ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ട് തീയൊക്കെ ഇട്ട് അങ്ങനെ കുറച്ചു പേരൊക്കെ മദ്യപിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഇപ്പോൾ മല്ലി എന്ന പേരിൽ ആ നാടോടികളോടൊപ്പമാണ് ജീവിക്കുന്നത്. ആ ഒരു സ്ത്രീ സ്വന്തം മകളായിട്ടാണ് മല്ലിയെ കാണുന്നത്. അങ്ങനെ അവരൊക്കെ മദ്യപിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ആ അമ്മ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവരൊക്കെ അങ്ങനെ മദ്യപിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒന്നും ഈ മല്ലിയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മല്ലിക അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ കൂട്ടത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ മല്ലികയ്ക്ക് അവിടെ മുത്തശ്ശിയായി തോന്നുവാണ്. അങ്ങനെ മുത്തശ്ശിയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പ്രിയങ്ക ഓടി വന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമായിരുന്നു. ആ സ്ത്രീയാണെങ്കിൽ മദ്യപിച്ച് തലയ്ക്ക് വെളിവില്ലാതെ ലെക്ക് കെട്ടിങ്ങനെ ഇരിക്കുവാണ്. പ്രിയങ്ക ഓടി വന്ന് മുത്തശ്ശിയെന്നും പറഞ്ഞ് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ മാറടി അങ്ങോട്ട് എന്നും പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ച് തള്ളിവിടുവാണ്. മുത്തശ്ശി, ഇത് ഞാനാ, മുത്തശ്ശിയുടെ പ്രിയങ്ക, മാറടി അങ്ങോട്ട്, നിനക്കെന്താടി എന്നും പറഞ്ഞ് ആ സ്ത്രീ പ്രിയങ്ക ചവിട്ടി അങ്ങനെ തള്ളി താഴെ ഇടുവാണ്. പ്രിയങ്കയാണെങ്കിൽ മുത്തശ്ശിയാണെന്ന് കരുതി ഇരിക്കുക. സ്ത്രീ ഒരുപാട് അടിയൊക്കെ അടിക്കുന്നുണ്ട് പ്രിയങ്ക. അപ്പോൾ പ്രിയങ്കയെ നോക്കുന്ന അമ്മ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. വേണ്ടമ്മേ, ഒന്നും ചെയ്യല്ലേ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാൽ തള്ളയെ പിടിച്ച് മാറ്റുവാണ്. എത്രയോ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞ് ഈ പെണ്ണിന് വട്ടാണെന്ന്. എടി, ഇവളെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോയേക്കരുത്. എടി, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി, ഇത് വേറെ ഏതോ പെണ്ണാണ്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക വളർത്തുന്ന അമ്മ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ മകൾ മരിച്ചിട്ടില്ല, ഇതെൻ്റെ മോളാണ്, എൻ്റെ മോള് തന്നെയാണ് എന്നൊക്കെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവൾ എൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞ് കുടിച്ച് ലെവലില്ലാതെ വളരെ ദേഷ്യത്തോടെയാണ് അവർ പറയുന്നത്. അടിയൊക്കെ കിട്ടിയ വേദനയൊക്കെ കൊണ്ട് പ്രിയങ്ക നിന്ന് കരയുവാണ്. എൻ്റെ മോള് കരയണ്ട, എൻ്റെ മോൾക്ക് ഞാനുണ്ട്, എൻ്റെ മോളുടെ അമ്മയുണ്ട്,
എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രാത്രിയിൽ ആറ്റുവാശ്ശേരിയിലോട്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് സുകുമാരിയമ്മ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെയാണ് എന്ന് സുകുമാരിയമ്മ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്, എന്നാലേ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പോഴങ്ങോട്ട് വരാം. അങ്ങനെ ആ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് സുകുമാരിയമ്മ ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. ആറ്റുവാശ്ശേരിയിലുള്ളവരെല്ലാം നല്ല ഉറക്കമാണ്, അവരാരും അറിയുന്നില്ല സുകുമാരിയമ്മ ഇങ്ങനെ പതുക്കെ കതവ് തുറന്ന് ഇറങ്ങി വെളിയിൽ പോകുന്നത്. സുകുമാരിയമ്മ ഓട്ടോറിക്ഷക്കാരനോട് പറയുന്നു, നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങ് തിരിച്ചെത്തണം, വളരെ ദൂരമുണ്ട്, അതുകൊണ്ട് നീ പെട്ടെന്ന് വിട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അയാളോട്. അങ്ങനെ സുകുമാരിയമ്മ ആ ഓട്ടോറിക്ഷയിൽ കയറി എങ്ങോട്ടോ പോവുകയാണ്. ഈ സമയം പ്രിയങ്കയാണ് വീണ്ടും കാണിക്കുന്നത്. എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷേ പ്രിയങ്കയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് പ്രിയങ്ക എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മുത്തശ്ശി തണുക്കുന്നു, അമ്മേ എനിക്ക് തണുക്കുന്നു എന്നൊക്കെ അവൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. തണുപ്പ് കൂടിക്കൂടി വരുംതോറും പ്രിയങ്ക ഇങ്ങനെ ബഹളം വെക്കുവാണ്. മുത്തശ്ശി മുത്തശ്ശി വാ, എനിക്ക് തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പ്രിയങ്ക തണുപ്പ് സഹിക്കാതെ പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ നേരത്തെ പ്രിയങ്കയെ അടിച്ച ആ സ്ത്രീ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് വന്ന് പ്രിയങ്കയെ വഴക്ക് പറയുവാണ്. നീ എന്തിനാടി ശബ്ദം ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരെ ഉറങ്ങാൻ പോലും നീ സമ്മതിക്കത്തില്ലേടി? അപ്പോഴേക്കും അവിടെ കിടന്ന മറ്റുള്ളവരുമൊക്കെ ഉണരുന്നുണ്ട്. ആ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പ്രിയങ്കയെ വളർത്തുന്ന ആ അമ്മയും പെട്ടെന്ന് എഴുന്നേറ്റ് വരുവാണ്. എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തണുക്കുന്നു മുത്തശ്ശി, അമ്മേ എനിക്ക് തണുക്കുന്നു, ഇത് തന്നെ പ്രിയങ്ക പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നേരത്തെ അവളെ ഉപദ്രവിച്ച സ്ത്രീ പെട്ടെന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്ന് പ്രിയങ്കയുടെ ദേഹത്തോട്ടം ഒഴിക്കുവാണ്. അയ്യോ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞാൽ വളർത്തുന്ന അമ്മ ഓടി വരുമ്പോൾ തൊട്ടു പോകരുത്, അവൾ ഇവിടെ കിടന്ന് ചാകട്ടെ, അവൾക്ക് തണുക്കുന്നെന്ന്, അവിടെ തണുപ്പ് മാറട്ടെ. ഇപ്പോൾ ചൂട് കിട്ടിയപ്പോഴേ അവിടെ തണുപ്പങ്ങ് മാറിക്കാണും. ആ സ്ത്രീയെ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ പ്രിയങ്കയെ അകത്തോട്ടങ്ങ് കയറ്റി കൊണ്ടുപോകാണ് അവളുടെ അമ്മ. എന്നിട്ട് തണുത്ത് വിറച്ച് കിടക്കുന്ന പ്രിയങ്കയെ നോക്കി ആ വളർത്തുന്ന അമ്മ സങ്കടപ്പെടുവാണ്. ഈ സമയം സുകുമാരിയമ്മ ആ ഓട്ടോറിക്ഷയിൽ ഒരു സ്വാമി പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുവാണ്. അവിടെയാണെങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പൂജ ചെയ്യുന്ന ആളെ സഹായിക്കാനായിട്ട് 2-3 പേരവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്. സുകുമാരിയമ്മ ഡ്രൈവറോട് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് സുകുമാരിയമ്മ ആ സ്വാമിയുടെ അടുത്തിട്ട് പൂജ നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. അങ്ങനെ സുകുമാരിയമ്മയെ കണ്ടതും ആ പൂജ ചെയ്യുന്ന ആൾ പറയുന്നു, വരവിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, ആ കൊണ്ടുവന്നത് ഹോമകുണ്ടത്തിൽ അർപ്പിച്ചോളൂ എന്നയാൾ പറഞ്ഞതനുസരിച്ച് സുകുമാരിയമ്മ അത് ഹോമകുണ്ടത്തിലിട്ടിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. രാധികയ്ക്ക് നന്മ വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സുകുമാരിയമ്മ ആ കൊണ്ടുവന്നത് ഹോമകുണ്ടത്തിലോട്ടിട്ടത്. സുകുമാരിയമ്മയോട് അയാൾ പറയുന്നുണ്ട്, ചണ്ഡിക ഹോമത്തിൽ സമർപ്പിച്ചതൊന്നും പാഴായി പോകില്ല, അതൊന്നും നടക്കാതിരിക്കത്തതുമില്ല, ശത്രുവിൻ്റെ മരണം അത് നടന്നിരിക്കും, രക്തം ഛർദ്ദിച്ച് ശത്രു അവസാനിച്ചിരിക്കും, പ്രാർത്ഥിച്ചോളൂ എന്നാ പൂജ ചെയ്യുന്ന ആള് പറയുമ്പോൾ സുകുമാരിയമ്മ വളരെ സന്തോഷത്തോടെ രാധികയുടെ നാശം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഈ സമയം രാധിക പെട്ടെന്ന് രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാണ്. രാധിക പെട്ടെന്ന് കൈ ഇങ്ങനെ വായി വെച്ച് നോക്കിയപ്പോൾ കയ്യിലെല്ലാം രക്തം. രാധിക അങ്ങനെ വീണ്ടും രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുവാണ്. എഴുന്നേറ്റൊന്ന് ഒട്ടും നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലായി നമ്മുടെ രാധിക. പെട്ടെന്ന് അമ്മേന്നിങ്ങനെ വിളിച്ചിട്ട് രാധിക ബോധം കെട്ടങ്ങ് വീഴുവാണ്. അപ്പോൾ ആ പൂജ ചെയ്ത ആൾ പറയുന്നുണ്ട് സുകുമാരിയമ്മയോട്, ശത്രുവിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞു, ഇനി ധൈര്യമായിട്ട് മടങ്ങിപ്പൊയ്ക്കോളൂ. അയാളങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാം വിശ്വസിച്ച് സുകുമാരിയമ്മ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സുകുമാരിയമ്മ കാണിച്ച പ്രവൃത്തിക്ക് ദൈവം കൂട്ടു നിൽക്കുമോ, അതോ രാധികയുടെ കൂടെ ദൈവം നിൽക്കുമോ? വരുണിനെയും രാധികയും ദൈവം കൂട്ടിച്ചേർത്തതാണെങ്കിൽ കൂട്ടിച്ചേർക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.